തക്ലിയേ യൂണിഫോം ഇട്ടാ വേഗം ആവട്ടെ വേഗം ആവട്ടെ എന്ന് മുരുക ഞാൻ റെഡിയായി നിൽക്കുകയാണ് വണ്ടി. ആ ഇപ്പൊ എത്തുവോ? ആ ശരി 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 ഓക്കെ ഓക്കെ. അതെ ഈ തക്ലിയെ എന്തിനാണ് ഇപ്പൊ എന്റെ കൂടെ പറഞ്ഞു പറഞ്ഞത്? ഞാൻ ഒന്നാമത് തിരക്കില്ല. അവളുടെ വണ്ടി പോയില്ലേ? അവള് വണ്ടി പോയി സമയത്ത് ഇറങ്ങണം. നിനക്ക് കളിച്ചുകൊണ്ട് നിൽക്കണം. ഇല്ലാത്ത സമയം ഞാനാണെങ്കിൽ സൈഡ് ഒന്നും വേണ്ടപ്പോ. ഇതിപ്പോ നടക്കുവോ തങ്കം? നിങ്ങൾ എന്തിനാ ഇത്ര മാത്രം വായു പിടിക്കുന്നത്? എനിക്ക് സെക്രട്ടറി പോണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ. അവിടെ നിങ്ങളുടെ ആരും എന്റെ അപ്പു പോണ്ടടി തിരക്കിട്ട് എവിടെ പോണെന്ന് പറഞ്ഞു. ആ നടരായ പാർട്ടി ഓഫീസിൽ നീ ഇന്ന് പോയി തുറക്കണം. എനിക്ക് മിനിസ്റ്റർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ആ MLA കാണണം. കുറച്ച് പരിപാടികളുണ്ട്. ആ ആ ആ തുറന്നിട്ടിട്ട് വേറെ അങ്ങോട്ട് വായി നോക്കാൻ പോകരുത്. അവിടെ കാണണം. ആ ശരി ശരി. ഒന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങ എന്റെ പൊന്ന് ക്ലീറ്റോ. ഇവിടെ ഉണ്ടല്ലോ നാളെ മുതലാവട്ടെ. ഞാന് തക്കളി നല്ല പെടയുടെ കുറവാ. ഇന്നാ രാവിലെ എണീറ്റിരുന്ന ഹോംവർക്ക് എഴുതലും മനുഷ്യൻ എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് നിന്ന് അതിനും മനസ്സിലാക്കില്ല. അതിനൊപ്പം തള്ളേ ഹോംവർക്ക് ഞാൻ തീർത്തു. നോക്കട്ടെ മുഖം നോക്കട്ടെ. മുഖമൊന്നും കഴിയാനൊന്നും മെനയാവൂല. പൗഡർ ഇട്ടു. ഓ ഇത് ചോറൊക്കെ എടുത്താ? ഈ ഓട്ടം അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ഹലോ ആരുടെ ഇവിടെ ഓട്ടം ഇട്ട് ഒളിച്ചു കളിക്കുന്ന ഇവിടെ? അല്ല ക്ലീറ്റോ സാറിന്റെ വീട് ഇതല്ലേ? ഇതല്ല ക്ലീറ്റോയുടെ ഇവിടെ. ഓ അതാണല്ലേ. മറ്റേ മുരുകൻ സ്ഥിരം വരുന്ന മുരുകൻ ചേട്ടൻ പറഞ്ഞു വിട്ടിട്ട് വന്നത്. ഓ ശരി. തങ്കം ഒരു ഓട്ടോ നടപ്പുണ്ട്. ഞാൻ ഇറങ്ങി ബസ്സിന്റെ. ഞാൻ ഇവിടെ ഇറങ്ങി. ഓട്ടോയില്ല. അങ്ങോട്ട് ചെല്ലു പെണ്ണ്. നീ എന്തി കാണിച്ചു? ഓക്കെ ശരി ബസ്സിന്റെ. ഓ ഇപ്പൊ എത്തും. ആ ഓക്കെ ഓക്കെ രാവിലെ ഓട്ടോ എവിടെ? സെക്രട്ടേറിയറ്റ് വരെ പോകണം. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പിന്നെന്ത് കുഴപ്പം ഉണ്ടാവായിരുന്നാ മതി. അല്ല വല്ല കുഴപ്പത്തിൽ നീ ചാടി തന്നെ വിളിക്കണ്ട. വലിയ തമാശ. സെക്രട്ടേറിയറ്റില്ല, അത് സ്കൂളിലാ. എവിടെ കൊണ്ടുപോകണം? അവിടെ ഞാൻ ഉത്സവ പറമ്പിൽ കൊണ്ടുപോകണ്ടേ. മുരുക വണ്ടി എടു. മുരുക അയ്യോ ഞാൻ മുരുകനല്ല, മുരുകടെ പോയി നിതീഷ്. അങ്ങനെ ഒരു ഓട്ടോ ഉണ്ട്, അങ്ങനെ പോയി എന്നെ പറഞ്ഞു വിട്ടു. ആ ശരി വണ്ടി മക്കളെ കൊണ്ടുപോവാ. ആ സമ്മതിക്കില്ല. സാറേ ഞാൻ ഇറങ്ങി ഇവിടുന്ന്. ഇല്ല നേരെ ഞാൻ ഇപ്പോൾ തക്കളി സ്കൂളിൽ വിട്ടിട്ട് അവിടുന്ന് നേരെ പ്രസിഡന്റ് വീട്ടിൽ പോകും. പ്രസിഡന്റ് ഞാനും കൂടെ MLA അവിടെ പോകും. അവിടുന്ന് പിന്നെ MLA അവിടെ നിന്ന് ഞാൻ മാത്രം നേരെ വരും സെക്രട്ടറിയുണ്ട്. അനക്സിൽ 4 വന്നാൽ മതി. ഞാൻ വണ്ടി കയറി. ഓക്കെ എന്നാ ഒന്ന് വേഗം പോണുണ്ട്. എന്നാ പിന്നെ സെക്രട്ടറി ആരെ കാണാൻ പോണു? എന്റെ കർത്താവേ, ആങ്ങളെയും പെങ്ങളെയും കൂടെ രാവിലെ നെഗറ്റീവായിട്ട് നിപ്പണ്. നീ കിട്ടിയ സെക്രട്ടറി ആരെ കാണാൻ പോളയാ? ഏത് MLA? നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാലോ. വണ്ടി ഓടിക്കും. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. 13-ാം തീയതി തീരും. ഇന്നുണ്ടല്ലോ. ഇന്നുണ്ട്. അല്ല സെക്രട്ടേറിയറ്റിലോട്ടാണ് പോണത്. അതുകൊണ്ടാ പറഞ്ഞേ. സെക്രട്ടേറിയറ്റിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്. അവക്ക് രാവിലെ പകലാണ് ക്ലാസ്, രാത്രിയല്ല. എന്റെ കർത്താവേ എനിക്കറിയാം. ഒന്ന് വേഗം പോകോ. നീ വണ്ടി പെട്ടെന്ന്. നിനക്കിത് എന്തിന്റെ കേടാ? ചുമ്മാ അങ്ങ് ചൊറിയാൻ നിക്ക രാവിലെ. അവരങ്ങ് പൊക്കോളൂല്ലേ? ഞാൻ ചൊറിഞ്ഞല്ലേ ഉള്ളൂ, നീ മാന്തി അടർത്തില്ലേ? എന്തെന്ന് പോണ്ടേ? സൗകര്യമില്ലേ? അങ്ങനെയൊക്കെയാ. ശരിക്കും പറയുന്ന എന്താ കാര്യം? ഞാനും എന്റെ പ്രിയ പത്നിയും കൂടി ഒരു ചെറിയ കറക്കാം. വേണമെങ്കിൽ പ്രിയ സഹോദരിയും കൂടി വരാം. കേട്ടില്ല എന്താ പറഞ്ഞ? അല്ല, ഒരു കമ്പനിക്ക് വേണമെങ്കിൽ പ്രിയ സഹോദരി വരാന്ന് പറയുന്നത്. ഞങ്ങള് ഭാര്യയും ഭർത്താവോടെ ഒന്ന് പോട്ടെ. നിന്റെ ഭർത്താവല്ലേ ഇപ്പൊ പോയത് മിനിസ്റ്ററെ കാണാൻ? എന്നാലും എനിക്ക് സഹോദരന്റെ കൂടെ പോണ പോലെ ആവില്ലല്ലോ ഭർത്താവിന്റെ കൂടെ പോകുമ്പോ. ഇനി പറഞ്ഞ് സങ്കടപ്പെടാനുള്ള പരിപാടിയാണ്. അടുത്ത ദിവസം പോവാം. ഇന്നിപ്പോ എന്തായാലും നമുക്ക് സാധനം വാങ്ങണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇവിടെ മതി. ഇവിടെ ഒതുക്കി അങ്ങോട്ട് ഒതുക്കി. എങ്ങനെ നമ്മളെ നാട് വന്നാ നോക്ക് കേട്ടാ. എന്തുമാത്രം വിപ്ലവങ്ങൾ നടന്ന സ്ഥലമായത്. അതെ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഞാൻ ഉടനെ എത്തും. പോയിട്ട് പെട്ടെന്ന് വരണേ. ഇപ്പൊ തന്നെ മീറ്ററിൽ ഒരുപാട് പൈസയായി.
വെയിറ്റിംഗ് ഉൾപ്പെടെ. അനിയാ ഞാനിപ്പോൾ പോകുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ നിനക്ക് 2 ഓട്ടം മേടിക്കാം. അയ്യോ 2 എണ്ണം കൂടെ ഒരു സമയത്ത് ഓട്ടിക്കാൻ പറ്റില്ലല്ലോ, ഒരെണ്ണല്ലേ ഓട്ടിക്കാൻ പറ്റൂ. തമാശ പറയല്ലേ തമാശക്കാരാ. അവിടെ ഇരിക്ക്, ഞാൻ പെട്ടെന്ന് വരാം കേട്ടാ. ആ ഓ ഞാൻ ഇവിടെ എത്തി. ഓ ഓ ഉണ്ട് ഇവിടെ আমার സമരക്കാർ ഒരുപാട് പേര് പുറത്തുണ്ട്. ഓ മലക്കറി റെഡിയാ വേമ്പോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ? എന്താ നിനക്ക് വയ്യ ആശുപത്രി പോണെന്ന് പറഞ്ഞാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. വെറുതെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് കുഴപ്പമില്ലെന്നാ? അതെ ഏട്ടാ, നമുക്കൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം. ആശുപത്രി പോണ്ടേ? പിന്നെ എന്താ ടൗണിൽ പോണെന്ന് പറഞ്ഞാൽ ലീവ് എടുക്കത്തില്ല, അതുകൊണ്ട് വെറുതെ ആശുപത്രി പോണെന്ന് പറഞ്ഞ കാര്യം നടി. അതെ, കുറെ ഇവിടെ പൊട്ടിയ ചടങ്ങിയൊക്കെ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് പുതിയ പാത്രമൊക്കെ മേടിക്കാം. അതിനാണ് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ചത്. ഇവിടെയുള്ള പാത്രം ആരാ ചോട്ടി പിടിച്ചത്? കുറെ ഉപയോഗിക്കാത്ത പാത്രം ഇരിക്കുന്നു ഏട്ടാ, അത് നമുക്ക് കൊടുത്തിട്ട് വേറെ മേടിക്കാം. എന്നിട്ട് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചായ കുടിക്കണം. അടുപ്പില്ലേ? അതല്ല, നമുക്ക് 2 പേർക്കും കൂടെ കോഫി ഷോപ്പിൽ ഒരു ചായ കുടിക്കണം. പിന്നെ അതിന്റെ അപ്പുറത്തുള്ളൊരു കടയുണ്ട്, അവിടെ പോയിട്ട് ഒരു സാരിയും കൂടെ മേടിക്കണം. അമ്മയും അമ്മാവനില്ലാത്ത നേരത്തൊക്കെ എനിക്ക് ചെലവുണ്ടാക്കാനുള്ള പരിപാടി ആലോചിച്ചിരിക്കുകയായിരുന്നല്ലേ നീ? എത്ര കാലം എനിക്കൊരു സാരി മേടിച്ചു തന്നിട്ട്. എടീ ലീവ് എടുത്തൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്ന? ഇങ്ങനെ പറഞ്ഞ ആശുപത്രി പോണെന്ന് പറഞ്ഞാലേ ലീവ് എടുക്കുള്ളൂ. ഞാനിപ്പോ ടൗണിൽ പോണെന്ന് പറഞ്ഞാൽ ലീവ് എടുക്കുവോ? ഇല്ല. ഓ, ഈ മനുഷ്യന്റെ സ്നേഹം കാണിച്ചാലും മനസ്സിലാവത്തില്ല. ഒന്ന് പോയി സ്നേഹം കാണിച്ചത്. പിന്നെ വേഗം തുടങ്ങിക്കോ, മേക്കപ്പ് ഒക്കെ തുടങ്ങിക്കോ. അൻസാറേ, ഞാൻ മിനിസ്റ്ററെ കാണാൻ ലേറ്റായി, അതല്ലേ? എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഓ അല്ല അതിപ്പോൾ കുഴപ്പമില്ല. അതെ, അതൊരു കാര്യം ചെയ്യാം. അതായത് എനിക്ക് MLA ഒന്നുകൂടെ കണ്ടാലേ പറ്റൂ. MLA കണ്ട് കാര്യം പറയണ്ടേ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നേ, അത് ശരിയാവില്ല. MLA കൊണ്ടോ സാർ? MLA എനിക്ക് വേണ്ടി ഇപ്പോൾ MLA വെയിറ്റ് ചെയ്യുമോ? നീ സംസാരിക്കല്ല, നീ ഇന്നലെ ഇതൊക്കെ കൊണ്ടുവരണ്ടേ? ഞാൻ എന്തായാലും MLA കണ്ടിട്ട് നിന്നെ വിളിക്കാം. എടാ പെട്ടെന്ന് പോണേ, MLA കൊണ്ടോ? ശരി 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 എടാ, ഞാൻ വിളിക്കാം. ഓക്കെ 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 ഓക്കെ. തട്ടി വേണ്ടത് എൻ്റെ ഫ്രണ്ടിലെന്താ വേറെ ഒരു വണ്ടി വന്നു. ആ വണ്ടി വന്നാൽ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റും. ഓടി വന്ന് വണ്ടിക്കകത്ത് കയറി. ഏട്ടാ പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് പോയിട്ട് വരാം. പെട്ടെന്ന് റെഡിയാവാൻ എനിക്ക് 2 മിനിറ്റ് മതി. നിനക്കൊക്കെയാണ് 2.5 മണിക്കൂർ വേണ്ടത്. രാവിലെ തുടങ്ങിയ മേക്കപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. പിന്നെ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തു, എനിക്ക് ഇനി ഒരു ചുടിദാറും കൂടി എടുത്തിട്ടാ മതി. പിന്നെ എനിക്കാണ് സമയം എടുക്കുന്നത്. നീ പോകാം എന്ന് പറഞ്ഞാൽ ഞാൻ പോയിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇത്ര സാധനങ്ങളൊക്കെ കൊണ്ടുപോണ്ടേ, ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയി. അത് ഇവിടെയുള്ള സാധനം മുഴുവൻ എടുത്തോണ്ട് വേണം. ഇവിടെ ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങൾ കൊടുത്തിട്ടല്ലേ പുതിയ സാധനം മേടിക്കുന്നത്, അപ്പൊ അതെല്ലാം കൊണ്ടുപോണ്ടേ. ഓട്ടോ പിടിക്കണം. ഈ പഴയ സാധനം മാത്രം എടുക്കോളൂ, പഴയ ആളെല്ലാം എടുക്കണ്ട. എന്തിനാ? അല്ല, പഴയ ആളെ എടുക്കണുണ്ടോ കടക്കാർ? എന്താ എന്താ നിനക്ക് പോലെ എന്നെ മാറ്റിയെടുക്കാന്ന് പറയായിരുന്നു. വേഗം പോ, റെഡിയാ നീ. റെഡിയാവുമ്പോ വിളിക്കുകയാണെങ്കിൽ ഓട്ടം എത്തി. വേഗം റെഡിയാവണേ, ഓട്ടോ വന്നിട്ടുണ്ട്. ആ വെള്ള ഷർട്ടിട്ട് അങ്ങനെ എവിടെ? ആ വെള്ള ഷർട്ടിട്ട് അങ്ങനെ എവിടെയാന്ന് കാര്യം തന്നെയാ. രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഓട്ടം പോയില്ലേ, അങ്ങനെ പേരെന്തോന്ന് ക്ലീറ്റോയാ? രാവിലെ ഇവിടെ നിന്ന് ഓട്ടം പോയില്ലേ, ആദ്യം കൊച്ചിനെ കൊണ്ട് സ്കൂളിലാക്കി, അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇറക്കേ MLA കാണണമെന്ന് പറഞ്ഞു, അവിടെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ സെക്രട്ടേറിയറ്റിൽ പോയി, അവിടെ 3 മണിക്കൂറാണ് വെയിറ്റ് ചെയ്തത്. എന്നിട്ട് അയാളെ കാണാനില്ല. എന്ന് എനിക്കറിയില്ല, ഇവിടെ അകത്ത് കാണും, വിളി അങ്ങനെ. ഇവിടെ വന്നിട്ടില്ലേ? എന്തായാലും എന്റെ പൈസ ഇട്ടിട്ടേ ഞാൻ പോണുള്ളൂ. പൈസ വാങ്ങിച്ച ക്ലീറ്റസിന്റെ ഇവിടെ അതാണ്, അവിടെ പോയി. അതാണ് ഇവിടെ ഇരുന്ന കുഴപ്പമില്ല. ഇവിടെ ഇരുന്ന കുഴപ്പമുണ്ട്. എന്ത്? ഇയാളെന്തിനാ ഇവിടെ വന്നിരിക്കണേ? എന്റെ പൈസ എനിക്ക് അയാളെ വിളി.
അതെ, ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിച്ചെന്ന് നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന മനുഷ്യരാണ് അവര്. അപ്പൊ അവർക്കൊരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്തിരുന്നത് ക്ലീറ്റോനെ? ഞാൻ 3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് സെക്രട്ടറിയിൽ ചിലപ്പോ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പറ്റൂല്ലെങ്കിൽ അത് അപ്പൊ പറയണം. അത് കൊള്ളാം നല്ല കാര്യം. എടാ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യാതെ വീട്ടിൽ വന്നൊന്ന് ബഹളം ഉണ്ടാക്കുന്ന അതൊന്നും നടക്കൂല. നിങ്ങൾ പോവാൻ നോക്ക്. ഞാൻ ബഹളം ഉണ്ടാക്കുന്നില്ല, എന്റെ പൈസ താ, ഞാൻ അങ്ങ് പോവാ. ഒരു ദിവസത്തെ 600 രൂപ. അനിയ രാവിലെ ഇറങ്ങാൻ നേരത്തെ എന്താ പറഞ്ഞെടുത്ത് ഇവ എന്തോ കുഴപ്പത്തിൽ ചാടാൻ പോണെന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ നെഗറ്റീവ് അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ശപിച്ചിട്ട് ഇറങ്ങി പോണുണ്ട്. ഇപ്പൊ എന്നിട്ടെന്തായി? അവര് കാത്തിക്കുന്ന ഒരു സമയമല്ലേ? എത്ര സമയം വെയിറ്റ് ചെയ്തെന്നറിയാമോ? അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്റെ ആങ്ങൾ അത് സമ്മതിക്കൂല. നിങ്ങൾ പോവാൻ നോക്കിക്കേ. പൈസ വാങ്ങിച്ചതാണ് ഇത്തിരി. പൈസ വാങ്ങിച്ചതാ. ഞാനല്ലോ ഓടിയത്. ആ ഓടിയ ആള് തരും. അയാളെ വിളി എന്ന് പറഞ്ഞ ഒരു ആവശ്യത്തിന് പോയേക്കുന്ന മനുഷ്യനല്ലേ, അത് കഴിയുമ്പോഴേ വരാൻ പറ്റുള്ളൂ. അയാൾ അവിടെ സെക്രട്ടറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. മര്യാദ സംസാരിച്ചിട്ട് വരുവേ. പിന്നെ പൈസ വാങ്ങിച്ചതാണ്. ഇവര് ഇങ്ങനെയൊക്കെ സംസാരിക്കടാ. നമ്മള് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ കറക്റ്റ് ആയിരിക്കണം. നീ ആഹാരം പോലും കഴിച്ചില്ല. ആഹാരം കഴിച്ചു. നിനക്ക് ആഹാരം കഴിക്കാനല്ലേ വണ്ടി കൊടുത്തത്? നിനക്ക് ഒരു ഓട്ടോ കിട്ടിയ പോരെ? എനിക്കൊരു ആവശ്യമുണ്ട്. അയ്യോ എന്റെ പൊന്നെണ്ണ, രാവിലെ ഒരു ഓട്ടം കിട്ടിയോടെ മതിയായി. ഇനി എനിക്ക് വയ്യ ഒരു ഓട്ടം കൂടെ താങ്ങാൻ. എനിക്ക് ആ പൈസ വാങ്ങിച്ചെന്ന് ഞാൻ പോവാം. നീ എത്തിപ്പോ. ഞാൻ എന്തായാലും വേറെ ഓട്ടോ പിടിച്ചിട്ടുണ്ട്. അല്ല ഓക്കെ ആണ്. അല്ല കേൾക്കാമോ? അല്ല ഓക്കെ അല്ലേ മിനിസ്റ്റർ എല്ലാം ഓക്കെ പറഞ്ഞല്ലോ. പിന്നെന്താ എത്രയായി? വിളിക്കാം 350. ഓ എന്തിനാണെങ്കിൽ ഓട്ടോ ഓടിയത്? നല്ല ആള്. ഞാനാ രാവിലെ ഓട്ടം പോയ ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാവിലെ നിങ്ങളെ സെക്രട്ടറി ഞാനല്ലേ കൊണ്ടുവിട്ടത്. പതുക്കെ എനിക്ക് കേൾവി കുറവൊന്നുമില്ല. പതുക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. തോന്നിയ ദിവസം കാണിക്കരുത്. ഒരാളൊരു ഓട്ടം വിളിച്ച് ഒരിടത്ത് പോയിട്ട് ഒന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കണം. അല്ലാതെ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് അവിടെ എവിടെയും പോയിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കണം എന്തിനാണ്? 3 മണിക്കൂറാ വെയിറ്റിംഗ്. നിന്റെ മീറ്ററിൽ വെയിറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അതൊക്കെ നീ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി വിളിക്കുമ്പോൾ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ വണ്ടി വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനേ മിനിസ്റ്ററെ കാണാനാണ് പോയത്. അതെ കേട്ടോ. അപ്പോൾ ഈ നിങ്ങളെ ഓട്ടം മാത്രം ഓടിയാതെ എനിക്ക് വേറെ ഓടണ്ടേ? അങ്ങനെയാണ് കാര്യം. അങ്ങനെയാണ് കാര്യം. എന്റെ പൈസ പൈസ ആദ്യം ഇത് സംസാരിച്ച ഒരു ധാരണ എത്തട്ടെ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ്? മിണ്ടരുത്. എനിക്ക് 1000 രൂപ കിട്ടണം. 1000 രൂപ കിട്ടും. 5 മണിക്കൂർ ഞാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തു അവിടെ. അനിയ, ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്താണ്ടല്ലോ, നീയും നിന്റെ ആട്ടോയും എല്ലാം കൂടെ അകത്ത് പോകും കേട്ടാ. ഒരാൾ ഓട്ടം വിളിച്ച് പോയിട്ട് അയാള് നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കാത്തതിന് അതിന് കേസ് കൊടുക്കാം. നീ അങ്ങും പോയിട്ട് ഞാൻ പൈസ തരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് സെക്രട്ടറിയറ്റിനകത്ത് അപ്പുറത്തെ കയറ്റി പോയി അവിടെ പോയി ഇവിടെ ഞാൻ നിൽക്കാൻ പറഞ്ഞ കയറ്റി നീ നിൽക്കാത്തത് എന്ത്? അവിടെ 3 കയറ്റുണ്ട്. എല്ലാ കയറ്റിലും ഞാൻ വന്ന് നിന്നില്ലേ? അതാണ് കുഴപ്പം. ഞാൻ നിൽക്കാൻ പറഞ്ഞ കയറ്റിൽ അവിടെ നിൽക്കണം. അവിടെ തന്നെ നിന്നു. ഞാൻ പല ആവശ്യത്തിൽ അതിനകത്ത് പോയിട്ട് ഇറങ്ങി തിരിച്ചു വരുമ്പോ നീ അവിടെ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പോയി വേറെ വണ്ടി വിളിച്ചു. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ പൈസ തരണം. എനിക്ക് പോണം, വേറെ ഓട്ടം ഉണ്ട്. പിന്നെ ചോദിച്ചോടനെ പൈസ അങ്ങ് തരാം. എവിടെ യുവന്മാരുടെ സ്ഥിരം പരിപാടിയാണെന്ന് ഇത് അവിടെ എവിടെ നിന്നിട്ട് നമ്മൾ പറയണം നിൽക്കാതെ ഇതിനിടയ്ക്ക് വേറെ ഓട്ടം പോയവൻ. സംഭവം അതാണ്. കള്ളം പറയരുത്. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സ്ഥിരം പരിപാടി ഇതാണ്. ഞങ്ങൾക്ക് കമ്മിറ്റിയൊക്കെ ഉണ്ട്. നമുക്ക് സംഘടനയുണ്ട്. അയ്യോ എനിക്കത് അറിയില്ലായിരുന്നു. നീ ഓട്ടോ സംഘടനയെ കുറിച്ചൊന്നും എന്റെ അടുത്ത് പറയട്ടെ. ഞാൻ ആരാണെന്ന് അറിയാമോ? എന്ത് എങ്ങനെ കൊടുക്കാൻ? അങ്ങനെയൊന്നും കൊടുക്കാക്കൂല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആട്ടോ ഓടിയ 350 രൂപ വേണം. എന്തൊരു കണക്കിനാണ്? ഞാൻ ചോദിക്കട്ടെ, ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ഇതുവരെ വരാൻ 350 രൂപ. രാവിലെ എത്ര മണിക്കാണ് വണ്ടി പിടിച്ചെന്നുള്ള അറിയാമോ? 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത്. സ്ഥിരം പരിപാടിയാണ്. നീ സംസാരിക്കരുത്. നിന്റെ പണമിടപാട് നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർത്ത് കഴിഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വെയിറ്റിംഗ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഈ വെയിറ്റ് ചെയ്യുമ്പോൾ പെട്രോൾ ഒന്നും കത്തി പോകില്ലല്ലോ. പെട്രോൾ കത്തുന്നത് അറിയാൻ പറ്റത്തില്ലല്ലോ. എന്തോ പെട്രോൾ ഡീസലിന്റെ വിലയൊക്കെ അറിയത്തില്ലേ? അതെ, പെട്രോളിനും ഡീസലിനും ഭയങ്കര വിലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം വണ്ടി ഒതുക്കി വീട്ടിൽ ഇടണം കേട്ടോ. അല്ലാതെ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ആ ന്യായം പറയരുത്. വണ്ടി ഒതുക്കി ഇടുന്ന കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയ ഓടയും ഞങ്ങളെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ പോലെ ഉള്ള ഒരു വണ്ടി പിടിച്ചോണ്ട് ഇട്ടിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ തോന്നുന്ന കാശ് എന്നൊന്നും പറഞ്ഞാൽ പോവില്ല. അതാ പറഞ്ഞല്ലോ അടുത്ത ടീം. എല്ലാവരോടും ചോദിക്കും
തോന്നിയാസം കാണിക്കരുത് കേട്ടാ. അങ്ങനെ വരട്ടെ, നിങ്ങൾ വരണ്ടാന്ന് വിചാരിക്കും. ആള് വരും. ആ, അളിയനായിരുന്നു. എന്തോ ഓട്ടോ സ്റ്റാൻഡാ? എന്ത് പറ്റി? അളിയാ, ഇവനുണ്ടല്ലോ, അത് മനസ്സിലായി. ഇത് ഇവൻ രാവിലെ എന്നെ പറ്റിച്ച ഓട്ടോക്കാരൻ. ഇതിപ്പോ എന്നെ പറ്റിക്കാൻ നോക്കുന്ന ഒരു ഓട്ടോക്കാരൻ. എൻ്റെ വണ്ടി പിടിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി. പോയിട്ട് ഇവിടെ വന്നപ്പോൾ 350 രൂപ ആയി. ഇവിടെ വന്നപ്പോഴാണ് പൈസ തരുന്നില്ല. ഇവിടെ നോക്കിയപ്പോൾ ഒരാളിനെ കാശ് കൊടുക്കാണ്ടെന്ന് അയാളെയും പറ്റിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിപ്പോൾ തരുന്നില്ല. അളിയ പറഞ്ഞു തരാം. ഇവരൊക്കെ 2 മണിക്കൂർ 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന കഥയാണ് പറയുന്നത്. ഞാൻ ഇന്ന് സെക്രട്ടേറിയറ്റിൽ 5 മണിക്കൂറാണ് വെയിറ്റ് ചെയ്ത് മന്ത്രിയെ കണ്ടത്. അത് ആർക്കാ? ഇവരെയൊക്കെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. ഇവരെ തർക്കിക്കാതെ വീട്ടിന് ആളെ കൂട്ടാതെ പൈസ കൊടുത്ത് വിടാൻ നോക്കാം അങ്ങോട്ട്. ഞാൻ പൈസ കൊടുത്തല്ലോ. ഞാൻ 100 രൂപ വെച്ച് 2 കൂടെ എടുത്തു. അതെങ്ങനെ 1000 രൂപയായി? എന്തിന് 1000 രൂപ വെയിറ്റ് ചെയ്ത കാശ്. എടാ, നീ പ്ലെയിനും കൊണ്ടല്ലോ വന്നത് വെയിറ്റ് ചെയ്യാൻ. 1000 രൂപ എവിടെയൊക്കെ പോയ നിങ്ങൾ? തമാശ കളിക്കരുത് കേട്ടാ. പൈസ കൊടുക്കാൻ നോക്കി ക്ലീറ്റസ് മാഷില്ല. പോരാത്തൊരു ഭീഷണിപ്പെടുത്തണ പാർട്ടി യൂണിയൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറെ കണ്ടവനാ. പിന്നെ പാർട്ടി ഇല്ലേ പൈസ ഒന്നില്ല. ഞാൻ പൈസ കൊടുക്കാൻ നോക്കി. അതെ, സംഭവം വേറൊന്നുമില്ല. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നത് കുറേ അവിടെ ഇവിടെ കേട്ട് ചിലവായി തീർന്നു പോയി. ഇപ്പോൾ കയ്യിൽ കൊടുക്കാനുള്ളത് ഞാൻ അവർക്ക് കൊടുത്തു. അളിയൊരു കാര്യം ചെയ്യണം. ഞാൻ നാളെ രാവിലെ അവർക്ക് ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കാമെന്ന് അളിയനൊന്ന് പറഞ്ഞവരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഇവരൊക്കെ താന്നു പോയി എൻ്റെ പാർട്ടിയിലെ ഇമേജ് പോകണേ. അതുകൊണ്ടാണ് പ്ലീസ്. അത് അല്ലേ? നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ പോണം. നാളെ രാവിലെ അളി പൈസ കൊണ്ടുവരും. എങ്ങനെ പൈസ തരുമെന്ന് വിശ്വസിക്കും? നിങ്ങളുടെ സ്റ്റാൻഡ് പൈസ കൊണ്ടുതരും രാവിലെ. സ്റ്റാൻഡിൽ ഞങ്ങൾ ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അറിയാം. രാവിലെ രാവിലെ ഇങ്ങോട്ട് വരും. നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റാൻഡ് ഇവിടെ വരുന്ന പൈസ തരൂ. നിങ്ങൾ സ്ഥിരം പരിപാടിയാണത്. വണ്ടി ഒരു കാര്യം ചെയ്യാം. അവർ കേസിന് പോട്ട് നമുക്ക് ആ രീതിക്ക് നീങ്ങാം. പിന്നെ അല്ലാതെ എന്താണ് അമ്പലം വലിയ അടുക്കാതെ പിന്നെ എന്ത് ചെയ്യും? ഡ്രൈവർ എങ്ങനെ പൈസ കിട്ടിയോ? നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട. ആ പൈസ എടുത്തോ. ഏത് പൈസ? ഞാൻ രാവിലെ ഇതിന്റെ കുറച്ച് പൈസ തന്നില്ലേ? അതെനിക്ക് പാത്രം മാറാനുള്ള പൈസയാ. പാത്രം മാറണ കുടുംബം നാറും. നീ പൈസ എടുത്തോ. എടുത്തോ. അളിയാ, ഇതിപ്പം വേണ്ട, നമ്മൾ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊക്കെയാണ്. വരുവാ. ബിരിയാണി 600 മതി. കണ്ടല്ലോ, കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. 150 രൂപ. 50 രൂപ മതി കേട്ടോ. തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളത് കേട്ടാ. ഓട്ടം വേണ്ട. ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യും. ശരി 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 ശരി. അളിയ 3 ഓട്ടോക്കാരും കൂടി 750 രൂപ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു. പിന്നെ ഇന്നത്തെ എൻ്റെ ലീവ് 2 പോയി കിട്ടി. വലിയ സന്തോഷം. Alien versus Alien.